ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ അൺലിമിറ്റഡ്. എൻ്റെ ഈ കൊച്ചു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന അപ്പുറത്ത് കാണുന്ന ചെറിയൊരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊരു പാർസൽ വന്നിട്ടുണ്ട്, ഒരു വലിയൊരു പാർസലാണ്. അപ്പോൾ നമുക്കത് പൊട്ടിച്ചിട്ട് എന്തൊക്കെ സാധനങ്ങളാണെന്ന് അറിയാം. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു വെബ്സൈറ്റ് വന്നിട്ട് വളരെ വില കുറവിന്, നമുക്ക് മീഷോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മീഷോനേക്കാളും വില കുറവിന് നമുക്ക് കുട്ടി കുട്ടി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ പറ്റുന്ന കിഡിലെന്നൊരു സൈറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെ ഇതൊക്കെ നമുക്കറിയും, നമ്മൾ പൊട്ടിക്കാൻ പോകുന്നുള്ളൂ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പാർസൽ വരുന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് ഇതിൽ ഐറ്റംസിൻ്റെ ക്വാളിറ്റിയും ഇതൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. എത്രത്തോളം ഇത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഞാനൊന്ന് വാങ്ങി നോക്കിയതാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. അതിന് നമുക്കിതൊന്ന് പൊട്ടിക്കണം. പൊട്ടിക്കുന്നതിന് ചെറിയൊരു പാടുണ്ട്, അത് ഞാൻ ഇങ്ങനെയൊക്കെ പൊട്ടിക്കുന്നത്. നല്ലൊരു പാക്കിംഗ് ആണ് കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. നല്ലൊരു സേഫ്റ്റി പാക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പുറത്തേക്കൊക്കെ പോകുമ്പോൾ പാക്ക് ചെയ്യുന്നത്. ഓ അമ്മു പൊളിക്കാൻ ക്ഷമയില്ലാത്ത കൂട്ടത്തിലായതുകൊണ്ട് ഇവിടെ ഒരു കുഞ്ഞാളുണ്ട്. എന്താണോ ബാക്കാണോ എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ അതിക്ക് അവിടെ നിൽക്കടാ. ഇവിടെ ഇതിട്ടാ ഇവിടെ വന്നിക്ക അമ്മത് ഇതെടുക്ക്. ഇത് ഞാൻ ഇന്നൊരു താജ്മഹൽ ഇവിടെ ഇത് ഇങ്ങനെ പൊളിച്ച് സൈഡ് മാറിക്കൊന്നും നോക്കാം നൈസായിട്ട്. ഇത് കത്തിക ഇതായതുകൊണ്ട് ഓക്കെ. ഇതിലാട്ടെ ഞാനിത് ഒരു കണക്കിന് പൊളിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് തോന്നുന്നു ഞാനിത് ബാക്ക് സൈഡാണ് പൊളിച്ചേക്കുന്നതാണ് തോന്നുന്നത്. അല്ല, ഫ്രണ്ട് സൈഡ് തന്നെയാണ് കേട്ടോ. വെൽ നൈസിലാണ് പാക്കിങ് വരുന്നത്. ഈ ഐറ്റംസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ. കണ്ടില്ലേ, ഇത്ര ഐറ്റംസാണ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് വളരെ വില കുറവാണ് കേട്ടോ. 2 രൂപ 3 രൂപയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഞാനത് ജസ്റ്റ് നോക്കിയിട്ട് ക്വാളിറ്റി നോക്കിയിട്ട് പറയാം. ഇപ്പോൾ ഇവിടെ ഒരു കുഞ്ഞാളുള്ളതുകൊണ്ട് ഇത് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായതുകൊണ്ട് അവൻ കൈ ഇത് ഞാൻ സാധനം ഇത് ഗബ്രൂന. ഇതിന് വെറും 2 രൂപയുള്ളൂ ഈ സാധനത്തിന്. ജസ്റ്റ് പിള്ളേരെ പറ്റിക്കാനുള്ള ചെറിയൊരു ടോർച്ച് പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇവിടെ 3 കിടുക്കമൻസ് ഉള്ള കാരണമുണ്ട്. 3 സെയിം കളറിൽ വാങ്ങിച്ചത്, പക്ഷേ വന്നപ്പോൾ ഒരെണ്ണം വേറെ കളറാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിന് വെറും 3 or 2 രൂപ അത്രേ ഉള്ളൂ. പക്ഷേ ഈ സംഭവം നൈസാണ്, പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കണ്ടില്ലേ ഇങ്ങനെ. പക്ഷെ അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ലൈറ്റും ക്വാളിറ്റി ഒക്കെ ഉള്ള സാധനമാണ്. ഇവിടെ ഇരിക്കട്ടെ, ആ കൊച്ചും തുറത്ത് വെച്ച്. പിന്നെ നമുക്ക് അടുത്തത് വന്നിട്ട് ഇത് പക്ഷെ വലിയ ക്വാളിറ്റി എനിക്ക് തോന്നുന്നില്ല. ഇത് വന്നിട്ട് നമ്മൾ ഈ ചൂടുള്ള പാത്രങ്ങൾ വെക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ ഇത് ഭയങ്കര കുഞ്ഞിതാണ് കേട്ടോ. ഭയങ്കര ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. ഞാൻ കുറച്ചും കൂടി വലുപ്പം പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ ഇത് ഭയങ്കര കുഞ്ഞിതാണ്. ഇതെനിക്ക് ഇഷ്ടമായി. പിന്നെ വന്നിട്ട് ഈ ഒരു ഐറ്റം വരുന്നത് കണ്ടോ. ഈ ഒരു ഐറ്റം വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഡ്രസ്സ് കഴുകാനിടില്ലേ. അപ്പോൾ ഡ്രസ്സ് കഴുകാനിടുമ്പോൾ ഈ ഡ്രസ്സ് നമുക്കറിയാം വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ അടിഞ്ഞിട്ട് ഫുള്ളിങ്ങനെ കെട്ടുപടയുന്ന സംഭവം ഉണ്ടല്ലോ. ആ കെട്ടുപടയിൽ ഇത് അതായത് നമ്മൾ കഴുകുമ്പോൾ ഇത് അതിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഡ്രസ്സുകൾ കെട്ടുപടയില്ല എന്നാണ് പറയുന്നത്. ചേട്ടൻ കെട്ടുപടയില്ല എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം സത്യം നമുക്ക് ഉപയോഗിച്ചാൽ അറിയാൻ പറ്റും. അത് ചേട്ടൻ അവിടെ വെച്ചു. അത് ഉപയോഗിച്ച് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ഇരിക്കട്ടെ, അമ്മ തരാം, നോക്കട്ടെ. ഇത് ഉപയോഗിച്ച് നോക്കിയാലാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇതിനുള്ളിലിട്ട് കഴിഞ്ഞാൽ ഡ്രസ്സ് കെട്ടുപടയില്ല എന്നാണ് പറയുന്നത്. അതമ്മയുടെ ഓക്കെ. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ ഇത് ഇങ്ങനെ എത്രത്തോളം നല്ലതാണ്. ഇത് ഭയങ്കര സ്മോളാണ്. ഇപ്പോൾ നമ്മുടെ ഡ്രസ്സ് എനിക്കറിയില്ല ഇത് എന്തോ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ട്. നോക്കി വെക്കാം അമ്മ. ഇത് ശരിക്കും ചെറിയൊരു മാജിക് ബുക്ക് ചെയ്യുക. അതായത് ഈ പെൻസിൽ വെച്ചിട്ട് ഇതിന് എനിക്ക് തോന്നുന്നത് അറൗണ്ട് ഒരു 23 ആ ഒരു റേറ്റ് ഉള്ളൂ. പക്ഷേ മീഷോയിലൊക്കെ ഇതിന് ഒരു 100 അല്ലെങ്കിൽ 200 ആ ഒരു പ്രൈസ് ഉണ്ട് മീഷോയിൽ. പക്ഷെ അത് നമുക്ക് 23 രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുളിക്കോ ഇല്ലോ.
അപ്പോൾ ഇത് കളറിംഗ് ബുക്കാണ്. അതായത് വാട്ടർ മാജിക് എന്താ പറയുക, മാജിക് വാട്ടർ ബുക്ക്. അതായത് ഇതിൽ വെള്ളം നിറച്ചിട്ട് നമുക്കതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇരിക്കില്ല. അതാണ് സംഭവം. ഇതിന് 23 രൂപയുള്ളൂ. നെക്സ്റ്റ് ഇത് വന്നിട്ട് നമ്മൾക്ക് വാഷ് ബേസിനൊക്കെ കഴുകാനായിട്ട് നമുക്കിവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിൽ നമുക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് ഇത് അടച്ചിട്ട് ഇതിവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ പ്രസ്സിങ് ഉണ്ട്. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ലിക്വിഡ് വരും. എന്നിട്ട് നമുക്ക് വാഷ് ബേസിനൊക്കെ നല്ല രീതിയിൽ കഴുകാൻ പറ്റും. എഡ്ജസൊക്കെ നല്ലോണം കഴുകാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ലതാണ്. ഇതിന് വലിയ പൈസ ഇല്ല എനിക്ക് നമുക്ക്. ഓക്കെ, അപ്പോൾ അത് അത്യാവശ്യം നല്ല സാധനമാണ്. ഇതിന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ എത്രയാ 100-ന് താഴെയാണ്, 80 or 90 ആ ഒരു റേറ്റ് ഉള്ളൂ. പക്ഷെ നല്ല സാധനമാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് നല്ല സാധനമായിട്ട് തോന്നുന്നത്. ഇത് ഞാനൊരു 2 വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, വേണ്ടില്ലേ, ഇത് നല്ല സാധനമാണ് കേട്ടോ. നല്ല ക്വാളിറ്റി കണ്ടിട്ട് തോന്നുന്നു. കാണിച്ചു കൊടുത്തോട്ടെ. ഇത് വന്നിട്ട് ഇത് എന്താണ്, ഷീറ്റാണ്, കളറിങ് ഷീറ്റില്ലേ. നമുക്ക് പിള്ളേർക്കൊക്കെ കുറേ പടങ്ങളുണ്ട്, നമുക്കിത് കളർ ചെയ്യാൻ പറ്റും. ഇതിന് വലിയൊരു റോളാണ് കേട്ടോ. ഇതിന് വെറും എനിക്ക് തോന്നുന്നു 23-30 ആ റേറ്റേ ഉള്ളൂ ഈ ഒരു സാധനത്തിന്. പക്ഷേ ഇത് നല്ല രീതിയിൽ വലിയ ഷീറ്റാണ്. നമുക്കിത് കട്ട് ചെയ്ത് പിള്ളേർക്ക് യൂസ് ചെയ്യാൻ പറ്റും, കളർ ചെയ്യാൻ പറ്റും. കിടലൻ സാധനമാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ടൊരു റോളാണ്. ഇത് ഞാൻ കുറേ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല പൈസ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഞാൻ വെറും 20 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഇത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന റോളില്ലേ, ഇങ്ങനെ ആ സംഭവമാണ്. ഞാൻ കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ പൈസ എത്ര ഇത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് 20 രൂപയ്ക്ക് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല സാധനമാണ്. ഉണ്ടോ, ഇങ്ങനെ കാണിക്കാം. നമ്മൾ ഈ ചീക്സൊക്കെ തൂങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യില്ലേ, അതാണ്. നല്ല സാധനമാണ്, സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തത് വന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. ഇതിന് 48 രൂപയാണ് കേട്ടോ. ഈ ഒരു സാധനത്തിന് 48 രൂപയാണ്. 48 രൂപയ്ക്ക് ഈ സാധനം കിട്ടിയാൽ പൊളിക്കുമോ? ഇത് വന്നിട്ട് എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഈ ചോപ്പ് ചെയ്യണ സാധനമില്ലേ, അതാണ് സംഭവം. ഞാൻ പൊളിച്ച് നോക്കട്ടെ. ഇതിൻ്റെ ക്വാളിറ്റി കിഡിലെ സാധനം നോക്കി, കണ്ടോ, നല്ല സാധനമല്ലേ, സൂപ്പർ. 48 രൂപയ്ക്ക് ഇത് എവിടെ കിട്ടും? കിട്ടില്ല. ആ ഒരു സൈറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. ഞാൻ ലാസ്റ്റ് പറയാട്ടോ സൈറ്റ് ഏതാണെന്ന്. വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് നമ്മുടെ കളറിങ്ങിൻ്റെ പെൻസിലില്ലേ, ആ സംഭവമാണ്. ഇതിന് വലിയ പൈസ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു 100 or 200 താഴെ ഉള്ളൂ. ഇത് കിഡിലാണെന്നാണ് അവർ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഓപ്പൺ ചെയ്തിട്ട് എത്രത്തോളം ഒക്കെ ഉണ്ടെന്ന് അമ്മ നോക്കട്ടെ. അമ്മ നോക്കട്ടെ, അത് എടുക്കല്ല, അമ്മ നോക്കട്ടെ. അമ്മ നോക്കിയിട്ട് പറയാം. ഇതാണ് സംഭവം വരുന്നത്. ഇത് പക്ഷേ ചെറുതായിട്ട് ഡിസ്കംഫർട്ടബിലിറ്റി ഉണ്ട്. ഇതിലത്തെ കളറ് മറ്റേ ഈ ഒരു കളറിങ്ങിൻ്റെ സംഭവമല്ല, ചെറുതായിട്ടൊന്ന് ബ്രോക്ക് ആയിട്ടുണ്ട്. പക്ഷെ സാധനം കുഴപ്പമില്ല കേട്ടോ. ഒരെണ്ണം മാത്രമാണ് ബ്രോക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒന്നിനും ഒരു കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ല. ഇതാണ് സംഭവം. അത് കാണിച്ചു കൊടുക്കട്ടെ. ഇത് കണ്ടോ, നല്ലൊരു സാധനമാണ്, നല്ല ക്വാളിറ്റി സാധനമാണ്. കണ്ടോ, സ്കെച്ച് ഉണ്ട്, പെൻസിലുണ്ട്, വാട്ടർ കളറുണ്ട്, കട്ടറുണ്ട്, റബ്ബറുണ്ട്, എല്ലാം ഉണ്ട്. എന്തൊരു സാധനം എനിക്കറിയില്ല. ഇവിടെ ഒരു സാധനം ഉണ്ട്. എന്താണ് ഇത്? നൈസ് സാധനമാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇതിന് വേണമെങ്കിൽ 100 കൊടുക്കാം. എല്ലാം ഉണ്ടല്ലോ. പക്ഷെ ആ ഒരു പ്രൈസിന് നൈസല്ലേ, ഒരു 100 rupees ഇത് നൈസാണ്. അടുത്തത് ചെറുതൊരു കണ്ടെയ്നറാണ്. ഇത് എനിക്ക് തോന്നുന്നു അറൗണ്ട് 5 അല്ലെങ്കിൽ 6 rupees ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു ബോക്സ് പോലെ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് പക്ഷേ വലിയ ക്വാളിറ്റി ഇല്ല കേട്ടോ. ഇത് പ്ലാസ്റ്റിക് ഒരു ഭയങ്കര ഒരു താഴ്ന്നൊരു പ്ലാസ്റ്റിക്കിൽ തീരെ വെയിറ്റ് ഇല്ലാത്തൊരു സാധനമാണിത്. അടുത്തത് വന്നിട്ട് ഇത് വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഹുക്കില്ലേ, ഹുക്കാണ് സംഭവം. ഇതിന് എനിക്ക് തോന്നുന്നു 2 rupees ആണ് ഈ ഹുക്കിന് വരുന്നത്. ഇത് ഒട്ടിക്കുന്ന ഹുക്കില്ല. അത് വേണ്ട, കൈമുറി എന്താ ഇത് കിട്ടും. പിന്നെ ഇത് വന്നിട്ട് ഈ ബാത്റൂമിലൊക്കെ സ്മെല്ലിന് വേണ്ടി ഇടുന്ന സംഭവമാണ്. എന്താ ഇത് തൂക്കിടാൻ വേണ്ടി ഇടാൻ ഹുക്ക് വാങ്ങിച്ചത് ശരിക്കും. ഇതിന് എനിക്ക് തോന്നുന്നു 50 or 60 ആ ഒരു പ്രൈസ് ഉണ്ട് ശരിക്കും. പക്ഷെ ശരിക്കും MRP ഇതിൽ എത്രയാണ് എഴുതിയിരിക്കുന്നത്?
അല്ല 50-60 അല്ല 70 രൂപയാണ് കേട്ടോ. ഇത് ഞാൻ ഇത് പൊളിക്കാൻ പറ്റില്ലടാ. ഇത് തരാം പൊളിച്ച്. ഇത് പൊളിച്ചോ. എന്നാ ഇത് എടുത്തോ. അടുത്തത് വന്നിട്ട് നൈസ് സാധനമാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. ഒരു എന്താ പറയുക, ഒരു ആയുർവേദ ടൈപ്പ് സ്മെല്ലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് വന്നിട്ട് ഇത് കുറേ സ്ക്രാബ്സ് ആണ്. ഇത് വന്നിട്ട് ഈ ഡ്രസ്സൊക്കെ എന്താ പറയുക, ഈ ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട്. അത് പൊളിച്ചാണ്. ഈ ഡ്രസ്സൊക്കെ നമുക്ക് അതായത് കറക്റ്റായിട്ട് എന്താ പറയുക, കറക്റ്റായിട്ട് നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കില്ലേ, നമ്മൾ ഒട്ടിച്ച് വെക്കില്ല. നമ്മൾ കഴുത്തിറങ്ങി പോകാണ്ടൊക്കെ കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നമുക്കിവിടെ ഇത് പൊളിക്കുക, ഇവിടെ ഒട്ടിക്കുക, ഇത് ഒട്ടിക്കുക. അത്രേ ഉള്ളൂ. അത് ആ സാധനമാണ് ഈ സംഭവം. ഇത് ഉപയോഗിച്ചാൽ അറിയാൻ പറ്റുള്ള ഇതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ എന്തായാലും റിവ്യൂ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് ഈ സംഭവങ്ങൾ ഈ ഉരുളൻകിഴങ്ങൊക്കെ ഇങ്ങനെ ബ്ലെൻഡ് എന്നിട്ട് പറയൂ ഇതിൻ്റെ പേര് എന്താണെന്നറിയില്ല. ഇതിന് എത്ര രൂപയാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. നോക്കേണ്ട ഒരു വലിയ പൈസ ഇല്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ ഒരു 60-70 റുപ്പീസേ ഉള്ളൂ ഇതിന്. ഈ സംഭവത്തിന് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ലൊരു മരത്തിൻ്റെ സംഭവമാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് ഈ സാധനം. ഇതിലേക്ക് കിട്ടും. പിന്നെ വന്നിട്ട് ഇത് നമുക്ക് പാത്രം കഴുകുന്ന സ്ക്രബറിൽ അത് ആ സംഭവം ജസ്റ്റ് ഒരു ഹാൻഡിലായിട്ട് വന്നേക്കണം ഇങ്ങനെ കഴുകാനായിട്ട്. പക്ഷെ ഇതെനിക്ക് വലിയ ഒരു 10-ൽ ഒരു 5-4 കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ക്വാളിറ്റി കുറച്ച് കുറവാണ് ആ ഒരു പ്രൈസിന്. പിന്നെ വന്നിട്ട് ഇതും എന്താണ് ഇൻഡിവിജ്വൽ ബ്രഷ് ഹോൾഡറാണ്. അതായത് നമുക്കിതിൽ ഓരോരുത്തരുടെ ബ്രഷ് നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റും. ഇത് നൈസാണ് കേട്ടോ. ഞാൻ കുട്ടികളുടെ ബ്രഷൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. നൈസ് സാധനമാണ്. ഒരു പാക്കേജ് പോലെയായിരുന്നു. അതിന് അറൗണ്ട് ഒരു 70-80 റുപ്പീസേ ഉള്ളൂ. ഓക്കെ. അടുത്തത് വന്നിട്ട് ഒരു ഇതാണ് കേട്ടോ, ഒരു ബോളിൻ്റെ സംഭവം. ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാണ്. അത് കൊടുത്ത് നോക്കട്ടെ ഇയാൾക്ക്. എഴുതിയിട്ടുണ്ടല്ലോ ഇതിന് എത്രയോ പോകുന്ന ഊരി ഇത് ഊരി പോകുന്നതാണോ അല്ലെങ്കിൽ ഇതിലോട്ട്. ഇതാണ് സംഭവം. ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സംഭവമില്ലേ, ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റും നമുക്കിങ്ങനെ. അത് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. ഇതിന് ഇത് അറൗണ്ട് ഒരു 1 റുപ്പീസേ ഉള്ളൂ ഇതിന്. എന്നാ ഓക്കെ. ലാസ്റ്റ് വൺ ഈസ് ഇതൊരു തോക്കാണ്. ഇനി ഒരു സാധനം വന്നിട്ട് ഈ ഒരു സാധനമുണ്ട്. ഇത് എനിക്ക് ജസ്റ്റ് ഒരു കൗതുകം തോന്നിയിട്ട് ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങണമെന്നൊക്കെ തോന്നിയിരുന്ന ഒരു സാധനമാണ് ഈ ഒരു സംഭവം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിങ്ങനെ ജസ്റ്റ് ഹാൻഡിൽ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ അമ്മ കാണിച്ചു കൊടുക്കട്ടെ. കാരണം ഇപ്പം കാണിച്ചു കൊടുത്തോട്ടെ. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കിങ്ങനെ റൂമിലൊക്കെ വെക്കാനായിട്ട് നൈസാണ്. പക്ഷേ പിള്ളേരുണ്ടെങ്കിൽ നടക്കില്ല, കിട്ടാത്ത സ്ഥലത്ത് പോയി വയ്ക്കും. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിന് എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 60-70 റുപ്പീസേ ഉള്ളൂ ആ സൈറ്റിൽ. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. നല്ല ക്വാളിറ്റിയാണ്. ഇത് നല്ല നൈസ് സാധനമാണ്. അപ്പോൾ ലാസ്റ്റ് വന്നിട്ട് നമുക്കൊരു ഇത് ഗണ്ണാണ് കേട്ടോ. ഇത് വന്നിട്ട് ഈ ഗണ്ണിൽ ഈ പ്ലെയിനൊക്കെ വെച്ചിട്ട് എന്താ പറയുക ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പ്ലെയിൻ പറന്നു പോകണമെന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം സത്യം ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് സാധനം. കണ്ടോ, ഇതാണ് സംഭവം. നൈസാണ് ഇത് സാധനം. നൈസായിട്ട് ഞാൻ ഗണ്ണ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. എന്നത് അങ്ങനെ തന്നെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് സംഭവം. നൈസാണ്. ഇതിവിടെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കിഡ്നാപ്പ് നോക്കണം. അതിൻ്റെ മെനു നോക്കിയാലാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നല്ല സാധനമാണ് കേട്ടോ. നൈസ് സാധനമാണ്. ഇതിന് അറൗണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു 200 സംതിങ് ആണ് വരുന്നത്. ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാം സൂപ്പറാണല്ലോ. എന്നാലും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ സ്ക്രബ്ബറാണ് എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയത്. പിന്നെ ഈ ഒരു സാധനം ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു 3 രൂപ എന്തൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് ഭയങ്കര ഞങ്ങൾക്ക് ചൂട് ഇതാക്കാൻ വേണ്ടിയിട്ട് സാധനമാണ്. പക്ഷേ ഇത് ഭയങ്കര ചെറുതായിപ്പോയി. കുറച്ചും കൂടി വലുതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇത് മൊത്തത്തിൽ ഈ ഒരു
ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കൊടുക്കും 10 ഔട്ട് ഓഫ് 10 കൊടുക്കും. കാരണം ഇത്ര 2-3 രൂപ അല്ലെങ്കിൽ 70 രൂപ 60 രൂപ റേഞ്ചിലൊക്കെ ഈ പ്രൈസാണ് നമ്മൾ ഒട്ടും കിട്ടില്ല. ഈ സാധനത്തിനൊക്കെ ഒരു 60 റുപ്പീസ് അല്ലെങ്കിൽ അത്രയ്ക്കൊക്കെ ഉള്ളൂ. പക്ഷെ ആ സംഭവം നമുക്ക് ഇവിടെ നാട്ടിൽ കിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല മീഷോയിലും അത്ര പ്രൈസ് കുറവാണെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ വെബ്സൈറ്റ് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അതിൽ. കുട്ടികൾക്കായാലും എല്ലാം ഹോം അപ്ലയൻസും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. തരാം അതെടുക്കാം. അപ്പോൾ എല്ലാം ഉണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് പറയാം. ഇതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. വെബ്സൈറ്റിൻ്റെ പേര് വെബ്സൈറ്റിൻ്റെ പേര് വന്നിട്ട് DU അങ്ങനെ എന്നിട്ടാണ് പേര്. അതിന് പ്രൊണൗൺസ് ചെയ്യുന്നതാണ് അതിൻ്റെ പേര്. വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ പറയാം. DU DAP എന്ന് പറഞ്ഞാണ്. DU DAP DEO DAP അങ്ങനെയാണ് സ്പെല്ലിങ് വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വെബ്സൈറ്റിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പോയി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊച്ചു സാധനങ്ങൾ 20 രൂപ 30 രൂപ അല്ലെങ്കിൽ 3 രൂപ 4 രൂപയ്ക്കൊക്കെ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഓൺ മൈ ചാനൽ. തോന്നിയാസം അൺലിമിറ്റഡ്.